What you fear has come upon to you. ഈ ഒരു പോയിന്റിൽ ഇമോഷണൽ കൺവിക്ഷന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പവർ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് സ്പൈക്ക് ചെയ്യാനാണ് ഇതുവരെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ സ്പൈക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിയാലിറ്റി ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ്. ബിക്കോസ് നമുക്കറിയാം ഇമോഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ പറയാത്ത വേറൊരു കാര്യമാണ് നെഗറ്റീവ് ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസും അതേപോലെ തന്നെ പവർഫുൾ ആണ്. നെഗറ്റീവ് ഇമോഷൻസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ഫിയർ. നമുക്കറിയാം ലോ ഓഫ് പൊളാരിറ്റി എന്ന ലോ, ഹെർമെറ്റിക് പ്രിൻസിപ്പിൾസിലെ ഒരു ലോ ആണ് ലോ ഓഫ് പൊളാരിറ്റി. ലോ ഓഫ് പൊളാരിറ്റി എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ എന്തൊരു കാര്യത്തിലും രണ്ട് സൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഫിയർ. ഇപ്പോ എന്തുകൊണ്ടാണ് ഫിയർ ഉണ്ടാകുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ റിയാലിറ്റിയെ നമ്മൾ ഇമോഷണൽ കൺവിക്ഷൻ കീപ് ചെയ്യുന്നില്ല. നമുക്ക് ഫുൾ ഫെയ്ത്ത് ഇല്ലെങ്കിലാണ് നമ്മുടെ ഉള്ളിൽ ഫിയർ വരുന്നത്. സോ ഫിയറിന്റെ പോളാർ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് ആണ്. നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫുള്ളി കൺവിക്ഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ ഫിയർ മാഗ്നിഫൈ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസിൽ ഫുൾ വെറി ആയിരിക്കും, ടെൻഷൻസ് ഉണ്ടാകും, നമ്മളെ ഭയങ്കരമായിട്ട് മെന്റലി ഹറാസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ മാഗ്നിഫൈ ആയിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഫിയർ ഒറിജിൻ ചെയ്തത്? ചെറുതിലേ തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ പേരൻസ് പറയും, ദൈവം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ അടുത്ത് പറയാറുണ്ട്, ഓക്കെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളെ പണിഷ് ചെയ്യും, ദൈവത്തിന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമല്ല, നമ്മൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ടി വരും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ. അവിടെ നിന്നാണ് ഫിയറിന്റെ ഒറിജിൻ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോലും അറിയാണ്ട് ഇവിടെ ദൈവത്തെ പെർസോണിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പെർസോണിഫൈ എന്ന് വെച്ചാൽ നമുക്കറിയാം ഹ്യൂമൻലി ആയിട്ടുള്ള ട്രേറ്റ്സ് കൊടുക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം, അത് ഇഷ്ടമല്ല, ദൈവം നമ്മളെ പണിഷ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിനെ ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഈ വേൾഡിലും ബിയോണ്ട് ആണ് ഗോഡിന്റെ പവർ. ബൈബിളിലെ റോമൻസ് 13:1 എന്ന് പറയുന്ന വേഴ്സിൽ ഗോഡ് ഹാസ് ദി ഓൺലി അതോറിറ്റി എന്നാണ് അതിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡിന് ഒരു ഓപ്പോസിറ്റും ഇല്ല. നമ്മളിപ്പോ ചെറുതിലെ ഗോഡിന്റെ ഓപ്പോസിറ്റ് ഡെവിൽ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഡെവിലാണ് നമ്മളെ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആക്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ക്രിയേറ്റീവാണ് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ ദൈവം നമ്മളെ പണിഷ് ചെയ്യും, ദൈവം നമ്മളെ നമ്മൾ ഈ തെറ്റായ കാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ, ദൈവം നമ്മളെ പണിഷ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ആ കാര്യത്തെ ഓർത്ത് വീണ്ടും ഭയപ്പെടുവാണ്. നമ്മുടെ ലൈഫിൽ അതിനനുസരിച്ചുള്ള ഫിയർഫുൾ സിറ്റുവേഷൻസ് മാഗ്നിഫൈ ആയിക്കൊണ്ടേയിരിക്കുക. നമ്മളിപ്പോ അത് ചെയ്യാൻ പാടില്ല, അയ്യോ അത് ചെയ്താൽ ഭയങ്കര പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മാഗ്നിഫൈ ആകുന്നു. വിച്ച് മീൻസ് നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്ന ആ ഐഡിയ, അയ്യോ ഡെവിൽ ഉണ്ട് അല്ലെങ്കിൽ ഗോഡ് നമ്മളെ പണിഷ് ചെയ്യും എന്നൊക്കെ പറയുന്നത് നമുക്ക് എഗൻസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കണം ഗോഡ് എന്ന് പറയുന്നത് അബവ് ഇല്യൂഷൻസ് ആണ്, ഈ വേൾഡിനും ബിയോണ്ട് ആണ്. സോ നമ്മൾ ആ ട്രാപ്പിൽ ചെന്ന് പെടരുത്. നമ്മൾ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട്, നമ്മൾ ചില്ലായിട്ട്, നമ്മൾ നമ്മളിൽ കോൺഫിഡന്റ് ആയിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യാത്തതും. അതാണ് ഈ സിറ്റുവേഷനിലെ ഏറ്റവും വലിയ ഐറണി. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയുമേ ഉള്ളൂ. ഡെവിൽ ഇല്ല. ഡെവിൽ നമ്മൾ വിചാരിക്കുന്ന ആ തെറ്റായ ഐഡിയ ആണ്. നമ്മൾ അതിന് എഗൻസ്റ്റ്, അപ്പൊ നമ്മൾ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുകയാണ്. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു ഡൗട്ടാണ് നമുക്ക് വരുന്നത്, മാനിഫെസ്റ്റേഷനെ എങ്ങനെയാണ് ഫിയർ അഫക്ട് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും, അയ്യോ എന്റെ മാനിഫെസ്റ്റേഷൻ എന്താണ് നടക്കാത്തത്, എപ്പോ ഇത് നടക്കും? നമ്മൾ ടൈമിനെ ഓർത്ത് എപ്പോഴൊക്കെ ഫിയർഫുൾ ആകുന്നു, അവിടെയാണ് നമ്മൾ ഇല്യൂഷനിൽ വീണ്ടും ട്രാപ്ഡ് ആവുന്നത്. നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് വെറും ഒരു
ഇല്യൂഷനാണ്. ഈ ഒരു 3 ഡയമെൻഷണൽ വേൾഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ടൈം. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും സർവൈവ് ചെയ്യാൻ വേണ്ടിയല്ല ഈ വേൾഡിൽ വന്നിരിക്കുന്നത്. നല്ല അബണ്ടൻസ് ആയിട്ട് നമുക്ക് വേണ്ട ഡിസൈർഡ് റിയാലിറ്റി അച്ചീവ് ചെയ്യാനാണ്. ഒരിക്കലും സർവൈവൽ മെക്കാനിസത്തിൽ നമുക്ക് ജീവിക്കാൻ ആർക്കും, നമ്മുടെ ഈ ഒരു ഗോഡ് കോൺഷ്യസ്നെസ്സിലുള്ളവരാണ് നമ്മുടെ ഈ ഓഡിയൻസ് എല്ലാവരും. നമുക്ക് ആർക്കും ഒരിക്കലും ആ ഒരു താല്പര്യമില്ല. സോ നമ്മൾ മനസ്സിലാക്കുക, ടൈം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. ഈ ഒരു പ്രസന്റ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഒറ്റ നിമിഷം, ഈ ഒരു നിമിഷമാണ്. നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഈ ഒരു ഒറ്റ നിമിഷം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഈ ഒരു ഒറ്റ നിമിഷമാണ് ദ ബെസ്റ്റ് ടൈം എവർ. ഫിയർ ഒക്കെ മാറ്റിവെക്കുക, ഫെയ്ത്ത്ഫുൾ ആകാം, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ഡിസൈർ റിയാലിറ്റിയിൽ കൺവിക്ഷൻ കീപ്പ് ചെയ്യുക. എത്ര പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ അത് നേടിയെടുത്തിരിക്കും. നിങ്ങളുടെ ഗോഡ് കോൺഷ്യസ്നെസ്സിൽ തന്നെ ടാപ്പ് ചെയ്യുക. താങ്ക് യു.